നായിന്റെ മോനെ തല്ലിക്കൊല്ലാൻ വേറെ ആരും ഇല്ലെന്ന് ഇവിടെ. ലിജോ ജോസ് പല്ലിശ്ശേരിയുടെ പുതിയ പടം മലങ്കോട്ടൈ വാലിബൻ. അതെന്തോ മലം കൊണ്ടുണ്ടാക്കിയ കോട്ടയൊക്കെ. ഇവൻ പറയുന്ന വാക്കുകൾ കുടുംബത്തോടെ ഇരുന്ന് കേൾക്കാൻ പറ്റുമോ? ആ പടം പൊട്ടും. പൊട്ടുന്നൊരു ബോംബ്. നീ ഒന്ന് പോടാ, നീ പണ്ടേ ഉടായിപ്പാ. പക്ഷെ പടം പൊട്ടും. മലങ്കോട്ടെ വളിവെന്നാക്കണ. അമ്മച്ചി രാവിലെ തമാശ അടിക്കുകയാണ് ആണെങ്കിൽ പറയണം, ഞാൻ ചിരിക്കാം. പുകസ്തുതി പറയാന്ന് തോന്നരുത്. അതിപ്പോ ലിജോ ജോസ് പല്ലിശ്ശേരിക്ക് അതിനെ കുറച്ച് നാളായിട്ട് പൊട്ടി തെറിക്കും. ലാസ്റ്റ് പൊട്ട ലിജോയുടെ ചോദിച്ചു നാണം കെട്ട് നാറും. നോക്കണ്ട, എല്ലാം സംഭവിക്കാൻ പോണ അങ്ങനെ തന്നെയാ. വേറെ എന്ത് പറയാനാ, ഇതൊക്കെ കണ്ടാ അറിയരുത്. അപ്പൊ ആ പോസ്റ്റർ ഇറക്കി തന്നെ പൊട്ടി. അത് ഇറങ്ങുമെന്ന് പറയാൻ പറ്റുന്നില്ല. വരുമോന്ന് പറയാ, അല്ല ഒന്നും പറയാൻ പറ്റത്തുള്ളൂ. നീ ആവശ്യമുള്ളതിന് ഇല്ലാത്തതിനൊക്കെ ചിരിക്കുന്നതിന് ഒരു പബ്ലിക് വേദിയിൽ സംസാരിക്കുന്ന രീതിയുണ്ട്. ഫാൻസ് അസോസിയേഷൻ അങ്ങനെ ആരെയും പേടിയില്ല. ഒന്നിനെയും പേടിയില്ല. ഇതാ പറയുന്നത്, പ്രാന്തുള്ളവർക്ക് ഒന്നിനെയും പേടിക്കണ്ട. അവർ ഈ ലോകത്ത് സ്റ്റാറാണ്. ലാലേട്ടന് ഒരു പടം എടുത്ത് വെച്ചാൽ കാണാൻ മണ്ടത്തരം. വെറുതെ പുള്ളി ഒന്ന് വന്ന് നിന്ന് നോക്കിയാൽ തന്നെ മണ്ടത്തരമായി പോവാ. ഇപ്പൊ നിഴല് പോലും കണ്ടിട്ട് നിഴല് മണ്ടത്തരമായി കാണിക്കാൻ തുടങ്ങി. നീ എന്തിനാ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയണേ? എന്റെ സ്വഭാവം നിനക്കറിയില്ലേ? ഒരാളെ തെറ്റിച്ച് കുടുംബത്തേക്ക് ഒരു സുഖം, തമ്മിലടിപ്പിക്കും ഒരു സുഖം. നമ്മൾ ഈ മലം നമുക്കൊരു ഇങ്ങനെയൊക്കെ വരത്തില്ലേ, അതുപോലെ തോന്നും ഒരാള്. അയാൾ അതാ കാണിച്ചേക്കുന്നത്. അയാൾ അത്ര മാത്രം മണ്ടത്തരൊക്കെ വിളിച്ച് പറയുക, അല്ലെ വൃത്തിയോട് കാണിച്ച് വെച്ചിട്ട്. കുളിച്ച് മിടുക്കനായിട്ട് നിൽക്കുക, പണി ഞാൻ തരുന്നുണ്ട്. സിനിമ എപ്പോഴും സക്സസ് ആവണമെന്നില്ലല്ലോ. എപ്പോഴും സക്സസ് ആവണമെന്നില്ല, പക്ഷെ എപ്പോഴും അങ്ങ് പൊട്ടിയാൽ അതിനെന്തോ കുഴപ്പം. എപ്പോഴും അങ്ങനെ പൊട്ടുന്നില്ലല്ലോ. നിരത്തി പിടിച്ച് ഇത് സ്ഥിരം കലാപരിപാടിയാ. ഒരു റിവ്യൂ പോലെ ബ്രോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനൊരു കമന്റ് വന്നു, ഈ നായിന്റെ മോനെ തല്ലിക്കൊല്ലാൻ വേറെ ആരും ഇല്ലെന്ന് ഇവിടെ. ഞാനെന്ത് പറയാനാ, കലികാല. ഒരു വ്യക്തിയെ കുറിച്ചൊക്കെ പറയുമ്പോഴത്തേക്ക് അവരെ വ്യക്തിഹത്യ ചെയ്യുക, അങ്ങനത്തുള്ള സംസാരങ്ങൾ വരിക. വ്യക്തിഹത്യ ഇല്ല. വെറുതെ ചിരിപ്പിക്കരുത്. അതായത് ഞാൻ എന്തിനു വ്യക്തിഹത്യ എന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായില്ല. മനസ്സിലാക്കി തരാം. നമ്മൾ ഒരു വരവൂടെ വരേണ്ടി വരും.